ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുമ്പോൾ അല്ലെങ്കിൽ മുലകുടി നിർത്താൻ വേണ്ടിയിട്ടുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ ജനറലായിട്ട് നമുക്കറിയാം, നമ്മൾ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യുന്നു. WHO റെക്കമെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 2 വയസ്സ് വരെയെങ്കിലും നമ്മൾ ബാക്കി ഭക്ഷണത്തിൻ്റെ കൂടെ മുലപ്പാൽ 2 വയസ്സ് വരെ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം കൊടുക്കാവോ എന്ന് ചിലർ ചോദിക്കും. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, അതിനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില കുട്ടികൾ ഇതന്നെ ഒരു അഡിക്ഷനായിട്ട് സാധാരണ ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ മുലപ്പാലിന് നമുക്ക് കൂടുതൽ ഗുണങ്ങളൊന്നും 2 വയസ്സിന് ശേഷം കിട്ടില്ല. അപ്പോൾ ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ സക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എപ്പോഴാണ് നിർത്തേണ്ടതായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ, വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല ഒന്ന്, രണ്ടാമത്തത് വല്ലാതെ ബ്രസ്റ്റ് അഡിക്ഷൻ, മൂന്നാമത്തത് മദർ സെക്കൻഡ് നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമുക്ക് എന്തായാലും നിർത്തേണ്ടി വരും അല്ലേ. അപ്പം നിർത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ എപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഇപ്പോൾ അടുത്തൊന്ന് പ്രഗ്നൻ്റ് ആയെന്നുണ്ടെങ്കിൽ സാധാരണ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ അഡ്വൈസ് നിങ്ങൾ നോക്കണം. സാധാരണ അവർ പറയാം ഫസ്റ്റ് 6 മാസം, അതായത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 6 മാസം നിങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ കൊടുക്കാം തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 മാസത്തിന് ശേഷം, പ്രഗ്നൻസിയുടെ 6 മാസം കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുന്ന അത്ര നല്ലതല്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസൊക്കെ ചിലപ്പോൾ യൂട്രസിൻ്റെ കൺട്രാക്ഷൻസൊക്കെ, യൂട്രസിന് ഇങ്ങനെ അനക്കങ്ങളൊക്കെ വരുത്തിയെന്ന് വരാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മാനസികമായ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പതുക്കെ കുഞ്ഞിന് വേറെ വെള്ളങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ കൊടുത്തു തുടങ്ങുക. അതായത് 2 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പശുപാലൊക്കെ കൊടുത്തു തുടങ്ങാം. പിന്നെ പൊടിപ്പാലുകളൊക്കെ വേണമെങ്കിൽ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ബാക്കി വെള്ളവും ജ്യൂസും ഒക്കെ കൊടുക്കുക. ഈവനിങ്ങിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ചൊരു ബൾക്കായിട്ട് തന്നെ ഒരു പാലോ അല്ലെങ്കിൽ വയറ് നിറച്ചുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പോഴാണ് രാത്രിയുള്ള ഇടയ്ക്കുള്ള സക്കിങ് ഒന്ന് കുറയാൻ സഹായിക്കും. പിന്നെ പതുക്കെ നിങ്ങൾ പകലുള്ള ഡ്യൂറേഷൻ കൂട്ടുക. അപ്പോൾ വർക്കിംഗ് മദേഴ്സൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. വീട്ടിൽ തന്നെ ഉള്ളപ്പോഴാണ് ഇവർക്ക് ഇതിങ്ങനെ കുടിച്ചിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ പകലുള്ള ഫീഡിങ് പതുക്കെ ഒന്ന് കുറച്ചിട്ട് രാത്രിയിലുള്ളതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ നിർത്താൻ വിചാരിച്ച ദിവസങ്ങൾ, അത് നമ്മളെപ്പോഴും പറയും പെട്ടെന്ന് തന്നെ നിർത്തുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഇന്നൊരു ദിവസം നിർത്തി നോക്കിയിട്ട് നാളെ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണെങ്കിൽ നാളെ പിന്നെയും കൊടുക്കാം, അങ്ങനെയുള്ളതിൽ വേണ്ട. നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതിനുവേണ്ടി കുട്ടിയുടെ അമ്മയും അച്ഛനും വീട്ടിലുള്ള എല്ലാവരും കൂടി തമ്മിലൊരു സഹകരണം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിർത്തി കുഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച നല്ല വാശിയായിരിക്കും. ആ വാശി ചില കുട്ടികൾക്ക് കേട്ടോ, വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുഞ്ഞിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാൻ നമ്മൾ നോക്കണം. അല്ലാതെ കുഞ്ഞിനെ ആ രീതിയിലേക്ക് വല്ലാതൊരു ഇമോഷണൽ ഇതിലേക്ക് ആവരുത്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ വീട്ടിലുള്ള ഒരു ദിവസങ്ങളിലൊക്കെ തന്നെയായിരിക്കണം. ബിക്കോസ് അമ്മ എടുത്തോട് നടക്കാനും അമ്മയുടെ ഒരു ഹഗ്ഗൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാല് കിട്ടിയില്ല എന്നുള്ള സങ്കടമൊക്കെ ഒന്ന് മാറിക്കോളും. അങ്ങനെ ഗ്രാജുവലായിട്ട് മാറ്റാം. ചിലർ ഈ കയ്പുള്ള സാധനങ്ങൾ ബ്രസ്റ്റിലൊക്കെ തേക്കാറുണ്ട്. അതൊന്നും അത്രത്തോളം എഫക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ചില ആൾക്കാർ അത് കുഴപ്പമില്ല എന്ന് പറയുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് നോക്കാം. എപ്പോഴും ഞാൻ പറയാനുള്ളത് പ്രീ പ്ലാൻ ആക്കുക. അധികവും അമ്മമാർക്ക് അതൊരു വല്ലാത്ത മെൻ്റൽ സ്ട്രെസ്സാണ് അത് നിർത്തുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ നിർത്തുകയാണ്, അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ബ്രേക്ക് ആക്കാതിരിക്കുക. ആ രീതിയിലേക്ക് പതുക്കെ കൊണ്ടുപോയാൽ മതി. ഇനി നിങ്ങളുടെ ബ്രസ്റ്റിൽ ഇപ്പോഴും പാല് വല്ലാതെ വരുന്നുണ്ട്, ചില മദേഴ്സ് ഉണ്ട്, ഈവൻ നല്ല പാലുള്ള അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് ബ്രസ്റ്റൊക്കെ പെയിൻ ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് നിർത്താനുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോടോ നിങ്ങളുടെ പീഡിയാട്രിഷ്യനോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ മരുന്നുകൾ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ തരത്തിലുള്ള സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.